Hi everyone, this is Devada Benny from Needus Academy. Today we are going to talk about OET listening part A. This is one section where students expect high marks but still lose them because of some avoidable errors. OET listening part A എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് ഫിൽ ടാസ്ക് ആണ്. അതായത് ഇതൊരു മെഡിക്കൽ കൺസൾട്ടേഷൻ എക്സ്ട്രാക്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതിൽ രണ്ട് ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഒരു മെഡിക്കൽ പ്രൊഫഷണലും അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റും. അപ്പോൾ നമ്മൾ ഓഡിയോ കേൾക്കുന്നത് ഒരൊറ്റ പ്രാവശ്യം മാത്രമായിരിക്കും. ഈ കേൾക്കുന്ന സമയം തന്നെ നമ്മൾ നമ്മുടെ നോട്ട്സും ഫില്ല് ചെയ്ത് പോയിട്ടുണ്ടാവും. How the notes are designed. The notes are not random. Each gap is designed to test whether you can identify key medical informations like symptoms, medications, duration, or instructions. If you understand this, part A becomes much easier. Now let's look at the core strategy. Before the audio starts, use the preparation time properly. ഈ ഒരു സമയത്ത് കീവേഡ്സ് നന്നായിട്ട് വായിക്കുക. അതുപോലെ തന്നെ പ്രെഡിക്ട് ദ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ദറ്റ് യു ആർ എക്സ്പെക്ടിങ്. നമുക്കറിയാം ഓരോ ബ്ലാങ്ക് സ്പേസ് ആണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ ബ്ലാങ്ക് സ്പേസിലും അല്ലെങ്കിൽ ഓരോ ഗ്യാപ്പിലും എന്ത് ആൻസറാണ് വരാൻ സാധ്യതയുള്ളതെന്ന് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ നോട്ട് സേസ് ഡ്യൂറേഷൻ, വി ഹാവ് എ ബ്ലാങ്ക് സ്പേസ്, ഡേയ്സ്, യു ആർ എക്സ്പെക്ടിങ് എ നമ്പർ. If it says main complaint and then we have a blank space, you are expecting a symptom. While listening, write only what you hear. Don't change the note form. Pay close attention to spelling and plural forms. Don't add extra words. Remember, this is a note-taking task, not a sentence writing. Now let's look at some common mistakes students usually make. First one is writing full sentence instead of notes. നമുക്കറിയാം പാർട്ട് എയിൽ നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് 2 or 3 വേർഡ്സിന് അധികം എഴുതാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ ഓഡിയോ കേൾക്കുമ്പോൾ ഓക്കെ ഇത് കറക്റ്റായിട്ട് ആൻസർ വരുന്നുണ്ടല്ലോ എന്ന് കരുതി നമ്മളവിടെ ആഡ് ചെയ്ത് ചേർക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ആൻസറിൻ്റെ ഒരു വേർഡ് ഓൾറെഡി നമ്മുടെ ആൻസർ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പം നിർബന്ധമായും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ കട്ടായിട്ടും ഈ പറയുന്ന വാക്കുകൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾസിൻ്റെ കാര്യം. ആർട്ടിക്കിൾ ഇസ് നോട്ട് കമ്പൽസറി, ബട്ട് സ്റ്റിൽ അൺനെസസറി ആയിട്ട് എ ആൻഡ് ദ ഇനി ആർട്ടിക്കിൾ യൂസ് ചെയ്യുവാണെങ്കിൽ സ്കോർ പോകാൻ സാധ്യതയുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സെൻറ്റൻസ് ഇപ്പോൾ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആകുന്ന സാഹചര്യങ്ങളിൽ ഈ ആർട്ടിക്കിൾസ് നെസസറി ആണ്. അവിടെ ആർട്ടിക്കിൾ ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ സ്കോർ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പാർട്ടിയിൽ മിക്ക സ്റ്റുഡൻസിന് സ്കോർ പോകുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് കാരണമാണ്, എസ്പെഷ്യലി മെഡിക്കൽ ടേംസ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു 10-20 മെറ്റീരിയൽസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ഥിരം വരുന്ന കുറച്ച് മെഡിക്കേഷൻ നെയിംസ് അറിയാൻ പറ്റും. അത് മാക്സിമം എന്ത് ചെയ്യുക, നമുക്ക് ബൈ ഹാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ യൂണിറ്റ്സ് നമ്പേഴ്സ് എല്ലാം മിസ് ചെയ്യുന്നതും സ്കോർ കളയാനായിട്ട് ഒരു പരിധി വരെ നമുക്ക് സാധ്യതയുണ്ട്. So keep these things in your mind to avoid any unnecessary mistakes so that you can actually get full score. If you practice prediction, accurate listening and clean note taking, OET listening part A can be your easiest scoring session. Focus on accuracy, not speed. Thank you for watching and I hope you found this video helpful.